അമേരിക്കൻ ജയിലിൽ കഴിയുന്ന മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യാൻ അമേരിക്കയുടെ സഹകരണം എൻഐഎ തേടിയേക്കും. തഹാവൂർ ഹുസൈൻ റാണയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻഐഎയുടെ പുതിയ നീക്കം. വിവരങ്ങൾ നൽകാനായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, തഹാവൂർ റാണയെ തന്നെ ഇന്ത്യയിലേക്ക് വിട്ടുകിട്ടാൻ വർഷങ്ങളെടുത്തു. ഇനിയിപ്പോൾ അമേരിക്കയുടെ ഒരു സഹകരണം, കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്യാനായി ഒരു സഹകരണം ആവശ്യപ്പെടുമ്പോൾ അതും നീണ്ടുപോകാനുള്ള സാധ്യതയാണോ? ഡേവിഡ് കോൾമാൻ ഹെഡ്ലി നിലവിൽ ഈ അമേരിക്കയിലെ ജയിലിലാണ് കഴിയുന്നത്. പക്ഷേ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. കാരണം അവിടെ അദ്ദേഹം ഈ കോടതി നടപടികളുമായി സഹകരിക്കുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തെ അയക്കരുതെന്ന് എന്ന നിബന്ധന അല്ലെങ്കിൽ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വാങ്ങിയതിനു ശേഷമാണ് ഈ അമേരിക്കയിലെ വിചാരണ നടപടികളിൽ ഹെഡ്ലി സഹകരിച്ചത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹെഡ്ലിയെ കൊണ്ടുവരാൻ കഴിയില്ല. മറിച്ച് അമേരിക്കൻ ജയിലിൽ വെച്ച് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ എൻഐഎ ആരായുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാര്യം ഈ തഹാവൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില സുപ്രധാന വിവരങ്ങൾ, പ്രത്യേകിച്ച് ലഷ്കർ-ഇ-തോയ്ബ, ISI എന്നിവയുടെ ഈ ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട പങ്കിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ തന്നെ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങളും പുതിയ വിശദാംശങ്ങളും ഈ എൻഐഎ ഉദ്യോഗസ്ഥർക്ക് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന്റെ സാധ്യതകൾ എൻഐഎ ആരായുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല. ഉചിതമായ സമയത്ത് അമേരിക്കയോട് ഇക്കാര്യത്തിൽ രേഖാമൂലം ആവശ്യപ്പെടുകയും തുടർന്ന് അമേരിക്കയുടെ സഹകരണത്തോടുകൂടി ഈ ചോദ്യം ചെയ്യൽ നടത്തുവാനുമാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിക്കുന്നത്. തഹാവൂർ ഹുസൈൻ റാണയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അദ്ദേഹം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ആദ്യ ദിവസങ്ങളിൽ നിസ്സഹകരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് എൻഐഎ വൃത്തങ്ങളും മറ്റും വ്യക്തമാക്കുന്നത്.